പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മീഡിയാസിലുമൊക്കെ ഇത് വളരെയധികം ചർച്ചയാവുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പാകിസ്ഥാൻ മിലിറ്ററി ചീഫ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പൂർവികർ, നമ്മുടെ പൂർവികർ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരിക്കലും ഒരുപോലെയല്ല. നമ്മുടെ ചിന്തകൾ ഒരുപോലെയല്ല, വിശ്വാസങ്ങൾ ഒരുപോലെയല്ല, സംസ്കാരം ഒരുപോലെയല്ല, ജീവിതശൈലി ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു രാജ്യമായിട്ട് നമുക്ക് കഴിയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അവരുടെ ആ കഷ്ടപ്പാടിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം നമ്മുടെ ആ ചരിത്രത്തെക്കുറിച്ച്. നിങ്ങൾ ഒരിക്കലും അവരോട് ഇത് പറയാതിരിക്കരുത്. നിങ്ങൾ തലമുറകളായിട്ട് ഈ ഒരു കാര്യം അവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ പാകിസ്ഥാനുമായിട്ട് അവർക്ക് ആ ഒരു ബോണ്ട് നിലനിർത്താൻ കഴിയൂ എന്ന് ആർമി ചീഫ് പറയുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്. അതായത് എന്തുകൊണ്ട് പാകിസ്ഥാന്റെ ആർമി ചീഫിന് ഇത് പറയേണ്ടി വന്നു? വളരെ ലളിതമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തെ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ ഇരുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായും കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ഭയമുണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗം പേർക്ക് അസംതൃപ്തിയുണ്ട്. ഇന്ത്യയോട് ഈ രീതിയിൽ പോകേണ്ടതില്ല എന്ന കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയോട് സൗഹൃദപരമായി പോകണമെന്നുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൽ നിന്ന് വിഭജിക്കണമെന്ന ആഗ്രഹമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ദേശസ്നേഹം ഇപ്പോ ആ രാജ്യത്ത് കുറഞ്ഞു വരികയാണെന്നും അത് രാജ്യത്തെ വീണ്ടും വിഭജിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യം നമ്മുടെ പൂർവികരുണ്ടാക്കിയത്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ കഷ്ടപ്പാടിന്റെ ചരിത്രം അവരറിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ബോണ്ട് നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നത് ആ കാരണം കൊണ്ടാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ബലൂചിസ്ഥാൻ വളരെ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ബലൂചിസ്ഥാനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ബലൂചിസ്ഥാൻ വിഭജനം എന്ന നിലയിലേക്ക് തന്നെ സീരിയസ് ആയിട്ട് നീങ്ങുകയാണ് ഒരു വശത്ത്. മറുവശത്ത് പാക് അധീന കാശ്മീർ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നു എന്നൊരു ഭീതി അവിടെ ഇപ്പം വളരെ സീരിയസ് ആയിട്ട് തന്നെ നിഴലിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സിന്ധിലും ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും ഒക്കെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് വളരെയധികം ഭീതി ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ രാജ്യം തകരാൻ പോവാണ്, രാജ്യത്തിന് ഐക്യമില്ലാതിരിക്കുന്നു, രാജ്യം വീണ്ടും പലതായി വിഭജിക്കപ്പെടാൻ പോവാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ ചരിത്രം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പാകിസ്ഥാന്റെ ആർമി ചീഫ് ശരിക്കും സ്വന്തം ജനങ്ങളെ, യങ്സ്റ്റേഴ്സിനെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു ദേശസ്നേഹം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം പച്ചയ്ക്ക് വർഗീയത പറയാൻ പോലും മടി കാണിച്ചില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം രാജ്യം അപകടകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മൾ ആർമി ചീഫിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെയധികം കോൺഫിഡൻസ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ മതത്തെയും ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തെയും 47-ന് മുമ്പുണ്ടായ സാഹചര്യത്തെയും ഒക്കെ കൂട്ടുപിടിക്കേണ്ടി വരികയാണ്. അദ്ദേഹം നബിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സംഭവങ്ങളെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ആർമി ചീഫ് ഭയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് തീരെ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ് ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുമോ എന്ന്. സാധാരണ പാകിസ്ഥാൻ മിലിറ്ററി ചീഫുമാര് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ഇത്രയ്ക്കൊന്നും ഖുറാനെയും മതത്തെയും ഇസ്ലാമിനെയും ഒന്നും അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. നബിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ എടുത്ത് ഉദാഹരിക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രം, അതും ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ചടങ്ങുകളിലൊക്കെ. ഇവിടെ മതപരമായ ഒരു ചടങ്ങല്ല നടക്കുന്നത്. പക്ഷെ എന്നിട്ടും പാക് മിലിറ്ററി ചീഫ് മതത്തെ കൂട്ടുപിടിച്ച് വൈകാരികമായി സംസാരിക്കാൻ കാരണം അദ്ദേഹം ഇൻസെക്യൂർ ആണെന്ന ഫീല് അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി കേട്ടാൽ, അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചില തീവ്രവാദികളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, രാജ്യത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുകയാണ്. ഞാൻ അവരോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളുടെ രാജ്യത്തെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് വിഭജിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്? നിങ്ങളുടെ 10 തലമുറ വിചാരിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല. ആ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ സൈന്യത്തിന് 100% ശക്തിയുണ്ട്. പാകിസ്ഥാനെ തകർക്കാനായിട്ട് 1.3 മില്യൺ ഇന്ത്യൻ പട്ടാളക്കാരെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ ഏതാനും ചില തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാനായി ശ്രമിക്കുന്നത്? ഒരിക്കലും നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ്.
നിങ്ങൾ 10 1200 തീവ്രവാദികൾ വിചാരിച്ചാൽ അതങ്ങ് അടർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ 10 തലമുറ വിചാരിച്ച കഴിയില്ല. കാരണം പാകിസ്ഥാൻ സൈന്യം അതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേശസ്നേഹം തുളുമ്പുന്ന വീരോചിതമായ ഒരു പ്രസംഗം അദ്ദേഹം നടത്തി. പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാർക്ക് രോമാഞ്ചം ഉണ്ടാവും, അവർ കൈയടിക്കും. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് അറിയാം എത്രത്തോളം ഇൻസെക്യൂറായിട്ട് ഭീതിയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന്. കാരണം ബലൂചിസ്ഥാൻ പാകിസ്ഥാന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 1200 തീവ്രവാദികളല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ ജനത മുഴുവൻ പാക് പട്ടാളത്തിനും പാകിസ്ഥാൻ ഗവൺമെന്റിനും എതിരായി കഴിഞ്ഞു എന്നതാണ്. ഈ അടുത്തിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാകിസ്ഥാൻ പട്ടാളം 3-4 ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി. ഈ തീവ്രവാദ ബന്ധം ആരോപിച്ചാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തീവ്രവാദവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, വളരെ ചെറിയ പിള്ളേരാണ്. അപ്പൊ ഇത് ആ ഒരു ഗ്രാമത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അക്രമാസക്തമായ പ്രതിഷേധം സൈന്യത്തിനെതിരെ ഉണ്ടാക്കി. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും പാകിസ്ഥാനിൽ പലയിടത്തും നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിൽ. അപ്പൊ ഈ ജനങ്ങൾ കൂടി ഇപ്പോൾ പാകിസ്ഥാന്റെ സൈന്യത്തിനെതിരായിട്ട് മാറി എന്നുള്ളതാണ് പാകിസ്ഥാൻ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 13 ലക്ഷം ഇന്ത്യക്കാർ ശ്രമിച്ചിട്ട് നമ്മളെ തകർക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം വിചാരിച്ചിട്ട് അവരുടെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം അവിടെ പറയുന്നത് ജനങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാനും, ബലൂചിസ്ഥാനിൽ ഒരു പ്രശ്നവുമില്ല, പാകിസ്ഥാനിൽ ഒരു പ്രശ്നവുമില്ല, ഇനി ഒരു വിഭജനം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, 2 നേഷൻ തിയറിയും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെയുള്ള ഒരു മിലിറ്ററി ചീഫ് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ്. ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ചീഫ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വരുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞതിലെ ഫാക്ട് വിശകലനം ചെയ്താൽ ഈ ഇന്ത്യയിലെ 13 ലക്ഷം പട്ടാളക്കാർ വിചാരിച്ചിട്ട് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? 1971 ബംഗ്ലാദേശിനെ വിഭജിച്ചെടുക്കാൻ പറ്റിയില്ലേ? പാകിസ്ഥാന്റെ 90,000-ലധികം വരുന്ന പട്ടാളക്കാർ പരാജയം സംബന്ധിച്ച് തല കുമ്പിട്ട് ഇന്ത്യയുടെ മുമ്പിൽ നിന്നില്ലേ? പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ അന്ന് ഇന്ത്യയുടെ മുമ്പിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വന്നിരുന്നില്ലേ? അദ്ദേഹം പരാജയം സമ്മതിച്ചില്ലേ? എത്രയോ യുദ്ധങ്ങളിൽ, കാർഗിൽ വരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ ഇന്ത്യയോട് പരാജയപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരു ദുർബലമായ ഒരു സൈന്യമാണ്, അല്ലെങ്കിൽ ദുർബലമായ ശക്തിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പൊ ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ ഇന്ത്യയോട് ഒരു കാലത്ത് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ത്യയോട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ജനങ്ങളെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാരണം പാകിസ്ഥാനിൽ എന്തോ വലുത് സംഭവിക്കാൻ പോവാണ്. 2-3 ഭയം അദ്ദേഹത്തിനുണ്ട്. ഒന്ന് കാശ്മീർ. അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് കാശ്മീരാണ്. കാശ്മീരിലെ നമ്മുടെ ജനതയുടെ വീരോചിതമായ പോരാട്ടം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മളത് മറക്കില്ല. കാശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒന്നാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഈ ബലൂചിസ്ഥാനും കശ്മീരും ഈ പാക് മിലിറ്ററി ചീഫിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാകുമെന്നും പാക് അധീന കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, തങ്ങളുടെ മിലിറ്ററിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, പിന്നെ ലോക രാജ്യങ്ങളിൽ പാകിസ്ഥാന് ഒരു കുഴപ്പവുമില്ല, പാകിസ്ഥാൻ ഓക്കെ ആണ് എന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം മാത്രമാണിത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് വലിയ അപകടങ്ങൾ വരാൻ പോകുന്നു എന്ന്. അതെന്താണെന്നുള്ളത് നമുക്കും കൃത്യമായി പറയാൻ പറ്റില്ല. എന്തായാലും വലിയ ചില മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് സംഭവിക്കാൻ പോവാണ്. ചിലപ്പോൾ ഒരു പുതിയ രാജ്യത്തിന്റെ പിറവിയാകാം, ചിലപ്പോൾ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം, പാക് അധീന കാശ്മീർ അവർക്ക് നഷ്ടപ്പെടാം. എന്തായാലും അപകടം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ജനറലിന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.